സുഹൃത്തുക്കളെ ഈ വീഡിയോ മുഴുവനായും കാണൂ. ഇപ്പൊ മച്ചാന്റെ വൈഫിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് മച്ചാൻ തിരിച്ചറിഞ്ഞു. മച്ചാൻ എങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതിന് എനിക്ക് കുഴപ്പമില്ലായിരിക്കാം. മേ ബി മച്ചാനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എന്റെ അടുത്ത് ഡ്രസ്ഫുൾ ആണെങ്കിൽ അവർ പുറത്ത് പോയി ഒരു ഇത് വന്ന് അവർക്ക് ഫീലിംഗ്സ് ഒരാളോട് മാത്രം തോന്നാൻ എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരോട് തോന്നാം, മൂന്നുപേരോട് തോന്നാം. നമ്മളോടുള്ള സ്പേസും നമ്മളോടുള്ള രീതിയും കറക്റ്റ് ആണെങ്കിൽ ഓക്കെ ആണ്. അവർ പോയി ചെയ്യട്ടെ, എന്തായാലും കുഴപ്പമില്ല. അതൊരു മെന്റൽ സംഭവം ആണെങ്കിൽ ഫൈൻ ആണ്. ഞാൻ ശരീരത്തിലല്ല പ്രേമിക്കുന്നത്, ഇന്നർ ഫീലിംഗിലാണ് പ്രേമിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണതാകാം. അത് നമ്മുടെ ഒരു ബോണ്ടാണ് തമ്മിലുള്ളത്. അപ്പൊ അവൾക്ക് വേറെ തോന്നുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അത്രേ ഉള്ളൂ. ഞാനും തിരിച്ചങ്ങനെ ആയിരിക്കും. ഈ വിഷയം ഇന്നത്തെ സമയത്ത് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സമയത്ത് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യവും ഉത്തരവുമാണ് നൽകിയത്. ഇനി അതിന്റെ കോണ്ടെക്സ്റ്റും ആ പറഞ്ഞ കാര്യങ്ങളും 99% പേർക്ക് മനസ്സിലാവാൻ യാതൊരു സാധ്യതയുമില്ല. അത് അക്സെപ്റ്റ് ചെയ്യാനും യാതൊരു സാധ്യതയുമില്ല. ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് വലിയൊരു കാര്യമാണ്. എന്നാൽ ഞാൻ ചുരുക്കി പറയാം. അയാൾക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കാനുള്ള സ്പേസ് അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അയാൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർ രണ്ടുപേരും മ്യൂച്വലി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൊടുക്കുന്നത് കൊണ്ടോ അത് ചെയ്യുന്നുണ്ടോ യാതൊരു തെറ്റും തന്നെ അതിനകത്തില്ല. അത് നമ്മുടെ കൾച്ചറിനെയോ സ്വഭാവത്തെയോ നമ്മുടെ സ്വാഭാവികമായ സാമൂഹിക രീതികളെയോ യാതൊരു തരത്തിലും ബാധിക്കാനും പോകുന്നില്ല. അത് അങ്ങനെ ബാധിച്ചാലും അതൊരു മാറ്റം മാത്രമാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ഇഷ്ടമല്ലാതെയോ ചൊടുപ്പോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സദാചാര ബോധത്തിന്റെ ഒരു പുറംപോക്ക് മാത്രമാണ്. ഓരോ കാലഘട്ടത്തിലും സമൂഹം മാറിക്കൊണ്ടേയിരിക്കും, സമൂഹം ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിനൊക്കെ ഒരു രീതിയുണ്ട്. പേഴ്സണലി നമുക്ക് നമ്മുടെ പാർട്ണറുമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കും നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൽ. അതിനപ്പുറത്തേക്ക് അയാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പ്രണയങ്ങൾ തോന്നാൻ ഒരു മനുഷ്യനും എന്റെ അറിവിൽ വീട്ടിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ 4 ചുവരിനകത്തിരിക്കുന്ന ആൾക്കാരല്ലാതെ എക്സ്പോസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു പ്രണയമോ ഇഷ്ടമോ ഒരു ആകർഷണമോ തോന്നുന്നത് സ്വാഭാവികമായ ഒരു കാരണമാണ്. അങ്ങനെ തോന്നിയില്ലെങ്കിൽ എന്തോ മാരകമായ പ്രശ്നമുള്ള ആൾക്കാരായിരിക്കണം അവർ. അങ്ങനെ തോന്നുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് മതത്തിന്റെ വൃത്തികെട്ട കാര്യങ്ങളാണ്. ഈ മതമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ നിങ്ങളൊന്ന് നോക്കും. നമ്മളെ മതത്തിലൊക്കെ പലപ്പോഴും നമ്മളെ ഏറ്റവും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന മതങ്ങളുടെ പുറകുവശം നമ്മൾക്ക് ഈ നിയമങ്ങൾ തരുന്നതിന് മുന്നേ അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് സമൂഹത്തിൽ എങ്ങനെയോ വെറുക്കപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവർ ഇതെല്ലാം ചെയ്ത് കൂട്ടി വെച്ചതിന് ശേഷം ദൈവത്തിന്റെ വെളിപാടെന്നും പറഞ്ഞ് ദൈവം പറഞ്ഞ കമാൻഡ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമുക്ക് തന്നത് അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ന്യായീകരിക്കാം. അവരത് ചെയ്തപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള തലമുറയ്ക്ക് നല്ല ഉപദേശം ദൈവം കൊടുത്തതാണെന്നൊക്കെ നമുക്ക് പറയാം. അതേ ഹ്യൂമൻ നമ്മൾ മനുഷ്യരായിട്ട് മാത്രം ചിന്തിച്ച് നോക്കൂ. അവരും സാധാ മനുഷ്യരാണെങ്കിൽ അതിൽ വേറൊരു പൊളിറ്റിക്കൽ അജണ്ട ഇല്ലേ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പയ്യൻ പറഞ്ഞ കാര്യം പോലും അവൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് അവന്റെ ഫ്രീഡം ഇങ്ങനെ ആയിരിക്കണം, അപ്പോൾ അവന്റെ പാർട്ണർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണം, രണ്ടുപേരും അങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് ആ ശരി. അവൻ പറഞ്ഞതാണ് ശരി. രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കാണ് കുഴപ്പം? മൂന്നാമതിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമേ വരുന്നില്ല. ഈ വിഷയം ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ് കിടന്ന ഒരു സംഭവമാണെന്ന് തോന്നിക്കൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നിയത്. ഒരുപാട് പേർക്ക് ഇങ്ങനൊരു സംഭവം പറയാൻ പോലും സ്വന്തം ഭാര്യ നീ വേറെ കൊടുക്കുമല്ല ഇന്നസെന്റ് കല്യാണ രാമ്പലിൽ ചെറുതായിരിക്കുന്ന സീനാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്.